UPSC 2026 കറണ്ട് അഫയേഴ്സ് നമുക്ക് അവസാനം പഠിക്കാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് തെറ്റാണ്. ലാസ്റ്റ് ആകുമ്പോൾ കുറേ കമ്പൈലേഷനൊക്കെ എടുത്ത് വായിക്കാമല്ലോ എന്നുള്ളത് കംപ്ലീറ്റ്ലി തെറ്റാണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു സ്റ്റാർട്ട്. അതിന് IAS ഫാക്ടർ ക്യാൻ റിയലി ഹെൽപ്പ് യു ബിക്കോസ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സാണ് ടർബോ എന്ന് പറയുന്നത്. 100% കറണ്ട് അഫയേഴ്സ് എന്തായാലും പഠിച്ചെടുക്കാൻ പറ്റില്ല. സോ ആർ ഒബ്ജക്റ്റീവ് ഇസ് ടു കവർ ദ മാക്സിമം പോയിന്റ്സ്. അതിനുവേണ്ടി നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട പില്ലറാണുള്ളത്. ഒന്ന് നമ്മുടെ ക്ലാസ്സസ്, നമ്മുടെ ടർബോ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ്. ഓരോ ക്ലാസ്സിലും 10 ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ആസ് ഓഫ് നൗ 6 ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിന് സെപ്പറേറ്റ് ആണ് ജനറൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സിൽ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി വേറെ, എൻവയോൺമെൻറ്റ് വേറെ, എക്കണോമി വേറെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തെ പില്ലർ എന്ന് പറയുന്നത് നമ്മുടെ ടർബോ എന്ന് പറയുന്ന നോട്ട്സ് ആണ്. അതിനും പ്രധാനമായിട്ട് 3 ആസ്പെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു കമ്പൈലേഷൻ പോലെയൊന്നും അല്ല. ഓരോ ടോപ്പിക്സും വളരെ ക്രിസ്പാണ്. വൈ ഇറ്റ് ഹാപ്പൻഡ്, വാട്ട് ഇറ്റ് മാറ്റേഴ്സ്, കോൺസെപ്റ്റ് ബിൽഡർ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ടർബോ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. പത്രത്തിലെ കോൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മറ്റേത് ന്യൂസ് ബേസ്ഡ് ആണ്. മൂന്നാമത്തത് എഡിറ്റോറിയൽ ബേസ്ഡ് ആണ്. ഇങ്ങനെ 2 വെർട്ടിക്കൽസിലാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ മുഴുവൻ കോഴ്സും പോകുന്നത്. സോ ജോയിൻ വിത്ത് IAS ഫാക്ടേഴ്സ് കറണ്ട് അഫയേഴ്സ് കോഴ്സ് ടർബോ. വി കൻ മേക്ക് എ ഹ്യൂജ് ചേഞ്ച്.